ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ചിങ്ങമാസത്തിൽ വരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. എല്ലാ കൂറിലും പെട്ട ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങൾ കൂടി മുൻനിർത്തി നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അന്തർദശ, അപഹാരങ്ങൾ എന്നിവ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഇവയാണ് വരുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മാനസികമായിട്ടുള്ള ചെറിയ വിഷമങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായിരിക്കും. ഈ അശ്വതി, ഭരണി, കാർത്തികയിൽ വരുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥകളിൽ കുറച്ചൊരു ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ്. തുടർന്ന് വരുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ 4-ാം ഭാവത്തിലായതിനാൽ കാര്യങ്ങളിൽ, അസുഖങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു കരുതലുണ്ടായിരിക്കണം. ദാമ്പത്യ കാര്യങ്ങളിലും കുറച്ച് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ്. തുടർന്ന് മിഥുനക്കൂറിൽ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗം. മിഥുനക്കൂറുകാർ സൂര്യൻ 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഗൃഹം വാങ്ങുവാനോ അല്ലെങ്കിൽ ഗൃഹം പണിയുവാനോ ഉള്ളതിനെ മോടി പിടിപ്പിക്കുവാനോ ഒക്കെ സാധിക്കും. ജോലിയിൽ ഉയർന്ന സ്ഥാനം വന്നു ചേരും, ധനലാഭം വന്നു ചേരും, സന്തോഷം ഉണ്ടാകും, അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കും, ശത്രുനാശം ഉണ്ടാകും എന്നതാണ് മിഥുനക്കൂറുകാരുടെ ഫലം വരുന്നത്. അടുത്തതായിട്ട് കർക്കിടകക്കൂറിൽ വരുമ്പോൾ പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ 2-ാം ഭാവത്തിൽ ആയതുകൊണ്ട് മനസ്സിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ആ ഒരു നിയന്ത്രണം പോയി കോപാവസ്ഥയിലേക്ക് എത്തുക അല്ലെങ്കിൽ ദേഷ്യം വരിക എന്നുള്ളൊരു കാര്യങ്ങളിലൊക്കെ ആ ഒരു സമയത്ത് ചെയ്യുന്നത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. കൂടാതെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട്, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, കൂടെ ജോലി ചെയ്യുന്നവരാവാം, ഇവരെ കൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാനുള്ളൊരു കരുതലും കൂടി നോക്കുക എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ജന്മരാശിയിൽ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാനസിക വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടും. ചെലവ് വർദ്ധിക്കും, വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കും, മുൻകോപം ഉണ്ടാകും, രോഗാവസ്ഥ, അതിലുള്ളൊരു ഭയം എന്നിവ ഉണ്ടാകും. എന്നിവയൊക്കെയാണ് ചിങ്ങക്കൂറുകാർക്ക് വരുന്ന ഫലങ്ങൾ. തുടർന്ന് കന്നിക്കൂറിൽ ഉത്രം അവസാന 1/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. കന്നിക്കൂറുകാർക്ക് സൂര്യൻ 12-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് ചെറിയ തോതിലുള്ള കഷ്ടപ്പാടുകളെയൊക്കെ നേരിടേണ്ടി വരുന്നൊരു സമയമാണ്. ധനനഷ്ടം ഉണ്ടാവും, ബന്ധുക്കളുമായിട്ട് വിരോധം, ചിലരുമായിട്ട് ശത്രുത എന്നിവയ്ക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ചെറിയ ജലജന്യ രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യത, അതിന് വേണ്ടിയിട്ടുള്ള കരുതലുണ്ടായിരിക്കണം. തുടർന്ന് തുലാക്കൂറിൽ വരുമ്പോൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 1/4 ഭാഗം എന്നിവയാണ്. തുലാക്കൂറുകാർക്ക് സൂര്യൻ 11-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ജോലി നല്ലൊരു സ്ഥാനം വഹിക്കുവാനുള്ള സാധ്യത, അതുവഴി അഭിമാനം, ധനലാഭം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. രോഗാവസ്ഥകൾ മാറിക്കിട്ടും, ഔഷധ സേവയിൽ ഫലങ്ങളുണ്ടാവും, രോഗങ്ങൾക്കെല്ലാം ശമനം വരുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വൃശ്ചികക്കൂറിൽ വരുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 10-ാം ഭാവത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്, സ്ഥാനലബ്ധി ഉണ്ടാവും,
അഭിമാനിക്കാനുള്ള സമയങ്ങളാണ്. അഭിമാനം വന്നു ചേരും, ധനലാഭം ഉണ്ടാവും എന്നിവയാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. തുടർന്ന് ധനുക്കൂറാണ്. ധനുക്കൂർ വരുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് വരുന്നത്. അപ്പോൾ ധനുക്കൂറുകാർക്കും സൂര്യൻ 9ാം ഭാവത്തിലായതിനാൽ തന്നെ ആപത്തുകൾ, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതിനുള്ള ജാഗ്രത, കരുതൽ വേണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ഒരു മന്ദത എന്നീ കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ ധനുക്കൂറുകാർക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫലങ്ങളാണ് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്ന നക്ഷത്ര ജാതകർക്ക് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് മകരക്കൂറാണ്. മകരക്കൂറിൽ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് സൂര്യൻ 8ാം ഭാവത്തിൽ ആണ് വരുന്നത്. അത് 8ാം ഭാവത്തിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ജനകലഹം, വിരോധം എന്നുള്ളതാണ്. ദുഃഖം അനുഭവിക്കേണ്ടി വരും. സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നീതി ലഭിക്കാതെ വരികയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം മകരക്കൂറുകാർക്ക്. തുടർന്ന് കുംഭക്കൂറിൽ വരുമ്പോൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് സൂര്യൻ 7ാം ഭാവത്തിലാണ് വരുന്നത്. ആയതിനാൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. രോഗാരിഷ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുക, അതിനുള്ളൊരു കരുതലുണ്ടായിരിക്കണം. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് മീനക്കൂറാണ്. ഈ മീനക്കൂറിൽ വരുമ്പോൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്തുരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. മീനക്കൂറുകാർക്ക് സൂര്യൻ 6ാം ഭാവത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾക്കൊക്കെ മാറ്റങ്ങളുണ്ടാവും. രോഗങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്നൊരു സമയമാണ്. ശത്രുക്കൾ നശിക്കുന്നൊരു സമയം, ശത്രുനാശം വരുന്ന ഒരു സമയം. പലതരത്തിലുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും മീനക്കൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതകർക്ക്. അതിനുള്ള ആ ദുഃഖങ്ങൾക്കൊക്കെ നിവൃത്തി ഉണ്ടാകുന്ന ഒരു സമയം. ദുഃഖങ്ങളൊക്കെ മറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ ദുഃഖങ്ങൾ ഇല്ലാതാവുകയോ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ചിങ്ങമാസത്തിൽ വരുന്ന സമ്പൂർണ്ണമായിട്ടുള്ളൊരു മാസഫലം എന്ന് പറയുന്നത്. അത് 12 രാശിയിൽ വരുന്ന 27 നക്ഷത്ര ജാതകരുടെയും ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.